ദി മേക്കിംഗ് ഓഫ് മോഡേൺ ഇന്ത്യ എന്ന പേപ്പറിലെ മൂന്നാമത്തെ ചാപ്റ്റർ ഡൈനാമിക്സ് ഓഫ് ഇന്ത്യൻ നാഷണലിസമാണ് എടുക്കാറുള്ളത്. ഇതിലാദ്യമായി പഠിക്കാനുള്ളത് ട്രൈബൽ റെബല്യൻസിനെ കുറിച്ചാണ്, അതായത് ഗോത്ര കലാപങ്ങളെക്കുറിച്ച്. കഴിഞ്ഞ ചാപ്റ്ററിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായിട്ടുള്ള ഗോത്ര കലാപങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. സാന്താൾ കലാപം. ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലായി പരന്നു കിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചിരുന്ന ഗോത്ര ജനവിഭാഗമായിരുന്നു സാന്താൾമാർ. ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി അവരുടെ ജീവിതമാർഗം തന്നെ താളം തെറ്റി. സെമീന്ദാർമാരും കൊള്ളപ്പലിശക്കാരും അവരുടെ ഭൂമി കൈയടക്കി. അതുപോലെ റെയിൽവേ നിർമ്മാണത്തിനായി അടിമകളെ പോലെ അവരെ കൊണ്ട് പണിയെടുപ്പിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നേതാവായ സിദ്ധുവിൻ്റെയും കാനുവിൻ്റെയും നേതൃത്വത്തിൽ ഗോത്രവിഭാഗങ്ങൾ ആയുധമെടുക്കാൻ തീരുമാനിച്ചത്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായി അവരെ പ്രേരിപ്പിച്ച മറ്റു ഘടകങ്ങളാണ് വനനിയമം എന്ന് പറയുന്നത്. വനത്തിനെ സംരക്ഷിത നിയമം കൊണ്ടുവന്നതോടുകൂടി ജനങ്ങൾക്ക് വനത്തെ ആശ്രയിച്ചിട്ടാണ് അവിടുത്തെ ജനങ്ങൾ ജീവിച്ചിരുന്നത്. അപ്പോൾ വനസംരക്ഷണ നിയമങ്ങൾ കൊണ്ടുവന്നതോടുകൂടി അവർക്ക് വനത്തെ ഉപയോഗിക്കാൻ കഴിയാതെയായി. അതുപോലെ തന്നെ കപ്പൽ നിർമ്മാണത്തിനും റെയിൽവേ നിർമ്മാണത്തിനുമെല്ലാം ബ്രിട്ടീഷുകാർ വനങ്ങൾ വൻതോതിൽ മുറിച്ചെടുക്കുകയും ചെയ്തു. ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ എന്നീ പ്രദേശങ്ങളിലാണ് സാന്താൾ കലാപം ആരംഭിച്ചത്. സിദ്ധുവും കാനുവുമാണ് ഇതിന് നേതൃത്വം നൽകിയത്. പ്രധാനമായും സാന്താൾ കലാപത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് വനനിയമമാണ്. അടുത്തത് മുണ്ട റെബല്യൻസ്. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഗോത്ര കലാപത്തിൽ ഇന്ത്യയുടെ പലയിടങ്ങളിലും ഉണ്ടായിരുന്നുവെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കലാപമാണ് മുണ്ട കലാപം. അന്നത്തെ ബംഗാൾ പ്രസിഡൻസിയിലാണ് മുണ്ട കലാപം നിലനിന്നിരുന്നത്. ആദിവാസികളെ വനത്തിൽ നിന്ന് ഇറക്കിവിട്ട് ആദിവാസി ഇതര ജനങ്ങളെ വനത്തിനുള്ളിൽ താമസിപ്പിക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷുകാരുടെ പ്രധാന ലക്ഷ്യം. വിദേശ മിഷണറിമാർ മതപരിഷ്കരണം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചതും ജനങ്ങളെ അസ്വസ്ഥരാക്കിയിരുന്നു. ബിർസ മുണ്ട എന്ന നേതാവാണ് ആദിവാസികളെ സംഘടിപ്പിച്ചിരുന്നത്. ആദിവാസികളെ ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരത്തി അദ്ദേഹം യുദ്ധം ചെയ്തു. മഹാറാണി ഭരണം തുലയട്ടെ, ഞങ്ങളുടെ രാജ്യം വാഴട്ടെ എന്നതാണ് ബിർസ മുണ്ടയുടെ പ്രധാന മുദ്രാവാക്യം. ആദിവാസി മേഖലയിൽ സായുധ കലാപം ആരംഭിച്ചെങ്കിലും 1900 തന്നെ ആദിവാസികളെ കമ്പനി നിവാസികൾ അടിച്ചമർത്തി. രക്ഷപ്പെട്ടുപോയ ബിർസ ചക്രധാർപൂരിൽ വെച്ച് പിടിക്കപ്പെടുകയും ചെയ്തു. തടങ്കിലാക്കപ്പെട്ട ബിർസ മുണ്ട തൻ്റെ 25-ാം വയസ്സിൽ രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു. അടുത്തത് ഫോർമേഷൻ ഓഫ് INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം. 1885 രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 72 പ്രതിനിധികൾ ബോംബെയിൽ ഒത്തുകൂടുകയും INCക്ക് രൂപം നൽകുകയും ചെയ്തു. ദാദാഭായ് നവറോജി, ഫിറോസ മേത്ത, WD ബാനർജി, S രാമസ്വാമി മുതലിയാർ എന്നിവരായിരുന്നു INCയിലെ പ്രമുഖ നേതാക്കൾ എന്ന് പറയുന്നത്. വിരമിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ സിവിൽ സർവീസ് ഓഫീസർ അലൻ ഒക്ടോവിൻ ഹ്യൂം വിദ്യാസമ്പന്നരായ ഇന്ത്യക്കാർക്കിടയിൽ സിവിൽ രാഷ്ട്രീയ സംവാദങ്ങൾക്ക് ഒരു വേദി രൂപീകരിക്കുന്നതിനായി INC രൂപീകരിക്കുകയായിരുന്നു. അടുത്തത് മോഡറേറ്റ്സ് ആൻഡ് എക്സ്ട്രീമിറ്റ്സ്. ആദ്യം മോഡറേറ്റ്സിനെ കുറിച്ച് പഠിക്കാം. 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒന്നാം ഘട്ടം. ഇത് മിതവാദ ഘട്ടം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കൊളോണിയൽ ഭരണാധികാരികളുമായി സമാധാനപരമായ ബന്ധം നിലനിർത്താനാണ് മോഡറേറ്റ്സ് ശ്രമിച്ചത്. അവകാശങ്ങൾ നേടിയെടുക്കാൻ അവർ സ്വീകരിച്ച രീതി എന്ന് പറയുന്നത് പ്രാർത്ഥന, അവകാശം, പ്രതിഷേധം എന്നിവയായിരുന്നു. ദാദാഭായ് നവറോജി, ഫിറോസ മേത്ത, സുരേന്ദ്രനാഥ് ബാനർജി, ഗോപാലകൃഷ്ണ ഗോഖലെ എന്നിവരായിരുന്നു മോഡറേറ്റ്സിലെ പ്രധാനപ്പെട്ട നേതാക്കൾ. അവർക്ക് ബ്രിട്ടീഷുകാരുടെ പ്രവർത്തനങ്ങളിൽ അതിയായ പ്രതീക്ഷയുണ്ടായിരുന്നു. നിയമനിർമ്മാണ സഭയിൽ ഇന്ത്യൻ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ അവർ നിരന്തരമായി പരിശ്രമിച്ചിരുന്നു.
അനുരഞ്ജനമാണ് അവരുടെ യഥാർത്ഥ സമര രീതി എന്ന് പറയുന്നത്. വിദേശ വസ്തുക്കൾ നിരസിക്കാനും സ്വദേശ വസ്തുക്കൾ ഉപയോഗിക്കാനും അവർ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. എന്നാൽ യഥാർത്ഥത്തിൽ മോഡറേറ്റ്സിൻ്റെ പ്രവർത്തനങ്ങൾ ശരിയായ ഫലം കാണാൻ സാധിച്ചില്ല. മിതവാദ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോരായ്മയായിരുന്നു അതിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ആധുനിക വിദ്യാഭ്യാസം ലഭിച്ച വിദ്യാസമ്പന്നർ മാത്രമായിരുന്നു എന്നതാണ്. സാധാരണക്കാർക്ക് ഉൾപ്പെടാനുള്ള യാതൊരു സാഹചര്യവും ഇതിലുണ്ടായിരുന്നില്ല. അടുത്തത് തീവ്രവാദികൾ അഥവാ എക്സ്ട്രീമിസ്റ്റ്. 1905 മുതൽ 18 വരെയായിരുന്നു തീവ്രവാദ കാലഘട്ടം. അവർ മിതവാദികളിൽ നിന്നും വ്യത്യസ്തരായിരുന്നു. ആക്രമണത്തിൽ വിശ്വസിച്ചിരുന്നവരാണ് തീവ്രവാദികൾ. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ സമാധാനപരമായ പ്രതിഷേധത്തെയാണ് അവർ പിന്തുടർന്നത്. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുകയും സ്വദേശ വസ്തുക്കൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. ജനങ്ങൾക്കിടയിൽ ദേശീയത പ്രചരിപ്പിക്കാനും ബ്രിട്ടീഷുകാർക്കെതിരെ അവരെ ഒന്നിപ്പിക്കാനും തീവ്രവാദികൾ ഉത്സാഹവും മേളങ്ങളും നടത്തിയിരുന്നു. ലാല ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്, അരവിന്ദ് ഘോഷ് എന്നിവരായിരുന്നു പ്രമുഖ തീവ്രവാദ നേതാക്കൾ. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ ആദ്യ വിഭാഗമായിരുന്ന മിതവാദികൾ വളരെ സമാധാനപരമായുള്ള നയമാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ തീവ്രവാദി നേതാക്കൾ ഇതിൽ വിശ്വസിച്ചിരുന്നില്ല. നെക്സ്റ്റ് ടോപ്പിക്, പാർട്ടീഷൻ ഓഫ് ബംഗാൾ. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ വളരെയേറെ സഹായിച്ചൊരു സംഭവമാണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ അഥവാ ബംഗാൾ വിഭജനം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രവിശ്യയായിരുന്നു ബംഗാൾ. ഇതിനെ വിഭജിക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. വിഭജന കാരണമായി അവർ പറഞ്ഞ റീസൺ എന്ന് പറയുന്നത് ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ടാണെന്നാണ്. യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നതാണ്. അതായത് ബംഗാളിൻ്റെ 2 വിഭാഗമായിട്ടാണ് ഉണ്ടായിരുന്നത്. കിഴക്കൻ ബംഗാളും പടിഞ്ഞാറൻ ബംഗാളും. കിഴക്കൻ ബംഗാളിൽ മുസ്ലിങ്ങളും പടിഞ്ഞാറൻ ബംഗാളിൽ ഹിന്ദുക്കളുമായിരുന്നു. ഇവർ ഒന്നിച്ചു നിന്ന് ഭരണം നടത്തുക എന്നത് പ്രയാസകരമായിരിക്കുമെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിക്കാൻ തീരുമാനിച്ചു. 1905 ജൂലൈ 20 വിഭജനം നടക്കുന്നത്. അന്നത്തെ വൈസ്രോയി ആയിരുന്നത് കഴ്സർ പ്രഭു ആണ്. എന്നാൽ യഥാർത്ഥത്തിൽ പാർട്ടീഷൻ നിലവിൽ വന്നത് 1905 ഒക്ടോബർ 14 അന്നത്തെ വൈസ്രോയി എന്ന് പറയുന്നത് മിൻറ്റോ രണ്ടാമനാണ്. അപ്പോൾ ബംഗാളിലെ 2 ഭാഗമാണ് ഉണ്ടായിരുന്നത്, കിഴക്കൻ ബംഗാളും പടിഞ്ഞാറൻ ബംഗാളും. ഈ കിഴക്കൻ ബംഗാളിലെ മുസ്ലിങ്ങളും പടിഞ്ഞാറൻ ബംഗാളിലെ ഹിന്ദുക്കളുമാണ് ഉണ്ടായിരുന്നത്. ഇവർ ഒരുമിച്ച് നിന്നാൽ ഭരണം നടത്തുക എന്നത് പ്രയാസകരമായിരിക്കുമെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ 1905 ജൂലൈ 20 വിഭജിച്ച് ഭരിക്കാൻ തീരുമാനിച്ചു. അവർ ജനങ്ങളോട് പറഞ്ഞത് ഭരണ സൗകര്യത്തിനാണ് ബംഗാളിനെ വിഭജിക്കുന്നത് എന്നതാണ്. അടുത്തത് സ്വദേശി പ്രസ്ഥാനം. ബംഗാൾ വിഭജനത്തിനെതിരെ INCയുടെ നേതൃത്വത്തിൽ നടന്ന ശക്തമായ പ്രക്ഷോഭമാണ് സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്. ബംഗാൾ വിഭജനം നിർത്തിവെക്കാൻ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിച്ചതും ഇതുതന്നെയാണ്. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുകയും സ്വദേശ വസ്തുക്കൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. വിദേശികൾ അവരുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള വസ്തുക്കൾ വൻതോതിൽ ഇന്ത്യയിൽ വന്ന് വിൽക്കുകയും വൻ തുക നേടിയെടുക്കുകയും ചെയ്തിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക സ്രോതസ്സ് തന്നെയായിരുന്നു ഇതെന്ന് പറയുന്നത്. ഇതിൻ്റെ ഫലമായി വിദേശ വസ്തുക്കൾ കൂട്ടിയിട്ട് കത്തിക്കാൻ തുടങ്ങി. കുട്ടികളെ വിദ്യാഭ്യാസ സ്ഥാപനം നിരസിച്ചു. അതുപോലെ തന്നെ പൂജാരികൾ വിദേശ വസ്തുക്കൾ ഉപയോഗിച്ച് പൂജ ചെയ്യില്ലെന്ന് പറഞ്ഞു. അലക്കുകാർ വിദേശ വസ്തുക്കൾ അലക്കില്ല എന്ന് പറഞ്ഞു, വിദേശ വസ്ത്രങ്ങൾ അലക്കില്ല എന്ന് പറഞ്ഞു. അതുപോലെ സ്ത്രീകളും വിദേശ വസ്ത്രങ്ങൾ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു. കൃഷ്ണകുമാർ മിത്രയാണ് സ്വദേശി പ്രസ്ഥാനം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത്. സ്വദേശി മിത്രം എന്ന പത്രം ആവിഷ്കരിച്ചത് G. സുബ്രഹ്മണ്യ അയ്യരാണ്. സ്വദേശി മാർക്കറ്റ്, അതുപോലെ തന്നെ സ്വദേശി സ്കൂള്, സ്വദേശി കോളേജ് എന്നിവയെല്ലാം ഇതിൻ്റെ ഫലമായി ടാഗോർ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. നെക്സ്റ്റ് ടോപ്പിക്, ഹോം റൂൾ മൂവ്മെൻറ്റ്. ഇന്ത്യക്കാരെ സ്വയംഭരണത്തിൽ പ്രാപ്തരാക്കുക എന്ന ഉദ്ദേശവുമായി ബന്ധപ്പെട്ട 2 ഹോം റൂൾ പ്രസ്ഥാനങ്ങളാണ് ദേശീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. അതിലൊന്ന് ബാലഗംഗാധര തിലകിൻ്റെ നേതൃത്വത്തിലും മറ്റൊന്ന് ആനി ബസന്റിൻ്റെ നേതൃത്വത്തിലുമാണ്.
1916 മഹാരാഷ്ട്രയിലെ പൂനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ബാലഗംഗാധര തിലകിൻ്റെ നേതൃത്വത്തിലുള്ള ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്. 1916 സെപ്റ്റംബറിൽ മദ്രാസിനടുത്തുള്ള അടയാർ കേന്ദ്രീകരിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആനി ബസന്റുമായിരുന്നു. ഹോം റൂൾ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സ്വയംഭരണം എന്നാണ്. ഹോം റൂൾ ലീഗ് എന്ന പദം ഇന്ത്യക്കാർ സ്വീകരിച്ചത് അയർലൻഡിലെ സ്വതന്ത്ര സമര പ്രസ്ഥാനത്തിൽ നിന്നാണ്. ഹോം റൂൾ ലീഗിൻ്റെ ഭാഗമായി ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണ ജനങ്ങളും ആകർഷിക്കപ്പെട്ടു. 1916 മഹാരാഷ്ട്രയിൽ ഹോം റൂൾ ലീഗിന് നേതൃത്വം നൽകിയത് ബാലഗംഗാധര തിലകും മദ്രാസിനടുത്തുള്ള അടയാർ കേന്ദ്രീകരിച്ച് രാജ്യത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആനി ബസന്റുമാണ്. ഹോം റൂൾ എന്ന വാക്കിനർത്ഥം സ്വയംഭരണം എന്നാണ്. അടുത്തത് ലക്നൗ ഉടമ്പടി. 1916 ഡിസംബറിൽ ഉത്തർപ്രദേശിലെ ലക്നൌവിൽ വെച്ച് നടന്ന INC സമ്മേളനത്തിൽ വെച്ച് INCയും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും ഒരു ഉടമ്പടിയിൽ ഒപ്പിട്ടു. ഇതാണ് ലക്നൗ പാക്റ്റ് എന്ന് പറയുന്നത്. ലക്നൗ പാക്റ്റിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒന്നാം ലോകയുദ്ധത്തിൻ്റെ ഫലമായി ബ്രിട്ടീഷുകാർ തുർക്കി ആക്രമിച്ചു. തുർക്കിയിലെ ഖലീഫ എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗത്തിൻ്റെ മത അധ്യക്ഷനാണ്. അതിനാൽ തന്നെ അവർക്ക് ബ്രിട്ടീഷുകാരോട് ഒരു എതിർപ്പും ബ്രിട്ടീഷുകാരെ എതിർത്ത് നിന്നിരുന്ന INCയോട് ഒരു താല്പര്യം വരികയാണ്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് ബംഗാൾ വിഭജനം റദ്ദാക്കിയതാണ്. അതുപോലെ മുസ്ലിങ്ങൾക്ക് സ്വന്തമായ ഒരു നിയോജക മണ്ഡലം നൽകാമെന്നും ഇന്റർനാഷണൽ കോൺഗ്രസ് പറഞ്ഞിരുന്നു. മിതവാദികളും തീവ്രവാദികളും ഒരുമിച്ച് പ്രവർത്തിച്ച ഒരു ഉടമ്പടിയായിരുന്നു ലക്നൗ പാക്റ്റ്. അതുപോലെ വിദ്യാസമ്പന്നരായ ഹിന്ദുക്കളും മുസ്ലിങ്ങളും മാത്രമാണ് ഇതിൽ അംഗമായത് എന്നത് ഇതിൻ്റെ ഒരു പോരായ്മ കൂടിയാണ്.